എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം, ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെയും 1947 ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിൻ്റെയും ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നതെന്ന്. എന്നാൽ എന്തുകൊണ്ട് രാജ്യം ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നതിന് പിന്നിലുള്ള ചരിത്രം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിതമായി ഒരു പരമോന്നത ഗണതന്ത്ര രാജ്യമായതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 26 ആഘോഷിക്കുന്നതിനെയാണ് റിപ്പബ്ലിക് ദിനം, അതായത് ഗണതന്ത്ര ദിനം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ദേശീയ അവധി ദിവസങ്ങളിൽ ഒന്നാണ് ജനുവരി 26. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. 1947 മുതൽ 1950 വരെയുള്ള കൈമാറ്റ കാലയളവിൽ ജോർജ് നാലാമനായിരുന്നു ഇന്ത്യയുടെ ഭരണത്തലവൻ. ഈ കാലഘട്ടത്തിൽ ഗവർണർ ജനറൽ ശ്രീ രാജഗോപാലാചാരി ആയിരുന്നു. 1950 ജനുവരി 26 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ചെയർമാനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടന തയ്യാറാക്കിയത്. ബ്രിട്ടീഷുകാരുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ പിൻവലിച്ച് 1950 ജനുവരി 26-ന് ഇന്ത്യയുടെ ഭരണഘടന രാജ്യമെമ്പാടും നിലവിൽ വന്നു. ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നതിൻ്റെ ഓർമ്മയ്ക്കായാണ് ജനുവരി 26 രാജ്യം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം നിലനിർത്താൻ എല്ലാ വർഷവും ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ വൻ സൈനിക പരിപാടികളും സാംസ്കാരിക പരിപാടികളും നടത്തപ്പെടുന്നു. സൈനിക പരേഡ് രാഷ്ട്രപതി ഭവനിൽ തുടങ്ങി രാജ്പഥിൽ കൂടി ചരിത്ര പ്രസിദ്ധമായ ചെങ്കോട്ടയിൽ ചെന്ന് ചേർന്ന് അവസാനിക്കുന്നു. ഇന്ത്യയുടെ 3 സേനകളായ കരസേന, വ്യോമസേന, നാവികസേന എന്നിവരുടെ സൈനികർ അവരുടെ മുഴുവൻ ഔദ്യോഗിക വേഷത്തിൽ ഈ ദിവസം പരേഡ് നടത്തുന്നു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവായ രാഷ്ട്രപതി ഈ സമയം ഇതിൻ്റെ സല്യൂട്ട് സ്വീകരിക്കുന്നു. ഇതുകൂടാതെ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം കാണിക്കുന്ന ഒരുപാട് കാഴ്ചകളും ഈ പരേഡിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു. ഡൽഹി കൂടാതെ എല്ലാ തലസ്ഥാനങ്ങളിലും അതത് സംസ്ഥാനത്തെ ഗവർണർമാർ പതാക ഉയർത്തുകയും ചെയ്യുന്നു. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആത്മാവിനെയാണ് ഓരോ റിപ്പബ്ലിക് ദിനത്തിലും രാജ്യം അനുസ്മരിക്കുന്നത്. റിപ്പബ്ലിക് ദിനം നിയമപരമായി പ്രാബല്യത്തിൽ വരുത്താൻ തെരഞ്ഞെടുത്ത ദിവസത്തിന് മറ്റൊരു ചരിത്ര പ്രാധാന്യം കൂടിയുണ്ട്. 1930 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തോടെ പൂർണ്ണ സ്വരാജ് എന്ന പേരിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ ദിവസമായതുകൊണ്ടാണ് ജനുവരി 26 റിപ്പബ്ലിക് ആയി തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും ചരിത്രം പറയപ്പെടുന്നു. ബ്രിട്ടീഷുകാർ വെച്ച് നീട്ടിയ അർദ്ധ സ്വാതന്ത്ര്യത്തിനെതിരെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പ്രഖ്യാപിച്ചത്. ജനുവരി 26 ഇന്ത്യ ഒട്ടാകെ പൂർണ്ണ സ്വരാജ് ദിനമായി ആചരിക്കാനും തീരുമാനിച്ചു. ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ രാജ്യവ്യാപകമായി ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിനും വിത്തുപാകിയെന്നതാണ് ഈ പ്രമേയത്തിൻ്റെ ചരിത്ര പ്രാധാന്യം. വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും മികച്ചവ തെരഞ്ഞെടുത്താണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. ജനകീയ തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് സംവിധാനവും ബ്രിട്ടൻ ഭരണഘടനയിൽ നിന്ന്, സംസ്ഥാനങ്ങളുടെ ഫെഡറൽ സംവിധാനം അമേരിക്ക ഭരണഘടനയിൽ നിന്ന്, വ്യക്തി സ്വാതന്ത്ര്യം ഫ്രാൻസിൽ നിന്ന്, മൗലിക അവകാശങ്ങൾ സോവിയറ്റ് യൂണിയനിൽ നിന്നും, ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തെരഞ്ഞെടുത്തു. ഇതൊക്കെയാണ് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് ചരിത്രം വെളിപ്പെടുത്തുന്ന സംഭവങ്ങൾ.